നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ നിർമ്മിച്ച 35,000 അത്യാധുനിക കലോഷ്നിക്കോവ് AK-203 അസോൾട്ട് റൈഫിളുകൾ പ്രതിരോധ വകുപ്പിന് കൈമാറി. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായ ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഉത്തർപ്രദേശിലെ അമേത്തിയിൽ പ്ലാന്റിൽ തോക്കുകൾ നിർമ്മിച്ചത്. പരിശോധനകൾക്ക് ശേഷം 10,000 തോക്കുകൾ സൈന്യത്തിന് കൈമാറി. ബാക്കിയുള്ളവയുടെ പരിശോധന പുരോഗമിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതികളുടെ ഭാഗമായി 6 ലക്ഷത്തോളം റൈഫിളുകൾ നിർമ്മിക്കുന്നതിന് 2021 നവംബറിലാണ് 5,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടത്. AK-203 റൈഫിൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള AK-200 റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന 7.62 x 39 mm കാഡ്രിഡ്ജുകൾ ഇടാവുന്ന തരത്തിലാണ് AK-203 റൈഫിളിന്റെ നിർമ്മാണം. കലോഷ്നിക്കോവ് സീരീസിൽപ്പെട്ട തോക്കുകളുടെ വിശ്വസ്തതയും എളുപ്പത്തിൽ പരിപാലിക്കാമെന്ന പ്രത്യേകതയും AK-203 റൈഫിളിനുണ്ട്. ഗ്യാസ് ഓപ്പറേറ്റീവ് റൊട്ടേറ്റിംഗ് ബോൾട്ട് സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത്. 3.8 കിലോഗ്രാം ആണ് തൂക്കം. 690 മില്ലിമീറ്റർ നീളമുള്ള തോക്ക് 930 മില്ലിമീറ്ററിലേക്ക് നീട്ടാനും കഴിയും. 1 മിനിറ്റിൽ 700 റൗണ്ട് വെടിയുണ്ടകൾ പായിക്കാം. ഒരു മാഗസിനിൽ 30 തിരകളാണുള്ളത്. ശത്രുവിനെ 800 മീറ്റർ വരെ ദൂരം നിന്ന് കീഴ്പ്പെടുത്താനാവുമെന്നതും ശ്രദ്ധേയമാണ്. മിഖായൽ കലോഷ്നിക്കോവ് നിർമ്മിച്ച AK സീരീസിലെ ഏറ്റവും പുതിയ ഇനമാണിത്. നിലവിൽ സൈന്യം ഉപയോഗിക്കുന്ന ഇൻസാസ് തോക്കുകൾ പകരക്കാരനായാണ് AK-203 വരവ്. കാശ്മീർ പോലുള്ള ശൈത്യമേഖലയിൽ ഇൻസാസ് തോക്കുകളുടെ പ്രവർത്തനക്ഷമത കുറയുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഇവ പിൻവലിക്കാനുള്ള തീരുമാനം. വെടിയുതിർക്കുമ്പോൾ കണ്ണിലേക്ക് തെറിക്കുന്നതും അമിത ഭാരവും ഇൻസാസിന് വിനയായി. അതേസമയം പുതിയ സീരീസിലുള്ള അസോൾട്ട് റൈഫിളുകൾ എത്തുന്നത് ഇന്ത്യൻ സൈന്യത്തിന് കരുത്താകും. അതിർത്തിയിൽ പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയും. നേരത്തെ ഈ ഇനത്തിൽപ്പെട്ട 70,000 തോക്കുകൾ ഇന്ത്യ നേരിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇൻസാസ് തോക്കുകൾ ഉപയോഗിച്ചുള്ള ഷൂട്ട് ടു ഇഞ്ചർ, പരിക്കേൽപ്പിക്കാൻ വേണ്ടിയുള്ള ആക്രമണ തന്ത്രത്തിന് പകരം ഷൂട്ട് ടു കിൽ, കൊല്ലാൻ വേണ്ടിയുള്ള ആക്രമണത്തിലേക്ക് മാറാൻ ഇന്ത്യൻ സൈന്യത്തിന് AK-203 സാധിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.